ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ നഴ്സിംഗ് മാസ്റ്ററി ഹബ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ചൈൽഡ്ഹുഡ് നഴ്സിംഗിലെ ഇൻട്രൊഡക്ഷൻ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് കെയർ എന്ന ചാപ്റ്ററിലെ അടുത്ത രണ്ട് ടോപ്പിക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് കൾച്ചറൽ ആൻഡ് റിലീജിയസ് കൺസിഡറേഷൻസ് ഇൻ ചൈൽഡ്. സെക്കൻഡ് ടോപ്പിക് നാഷണൽ പോളിസി ആൻഡ് ലെജിസ്ലേഷൻസ് ഇൻ റിലേഷൻ ടു ചൈൽഡ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ. ഇതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് കൺസിഡറേഷൻസ് ഇൻ ചൈൽഡ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാവേണ്ട സാംസ്കാരികവും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പരിഗണനകളെക്കുറിച്ചാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ നിയന്ത്രണം. അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്കോമഡേറ്റ് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ബേസ്ഡ് ഓൺ കൾച്ചറൽ ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ് സച്ച് ആസ് അവോയ്ഡിങ് certain types of meats or adhering to vegetarianism. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരികവും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആചാരങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഡയറ്ററി റെസ്ട്രിക്ഷൻസ്, ഭക്ഷണ നിയന്ത്രണത്തെക്കുറിച്ച് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, കൂടുതൽ മനസ്സിലാക്കുക. ആൻഡ് അക്കോമഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഉൾക്കൊള്ളുക. സജസ് അവോയ്ഡിങ് സർട്ടൈൻ ടൈപ്സ് ഓഫ് മീറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മതവിഭാഗങ്ങളിൽ ചില മാംസാഹാരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം കാറ്റഗറിയിൽ പോർക്ക് ഒഴിവാക്കുന്നതൊക്കെ പോലെ. ഓർ അദറിങ് ടു വെജിറ്റേറിയനിസം, ചില ഹിന്ദുമത വിശ്വാസങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മിൺസൊക്കെ പൂർണ്ണമായിട്ട് മാംസാഹാരങ്ങൾ ഒഴിവാക്കിയിട്ട് വെജിറ്റേറിയൻ ആവുക. അത്തരത്തിലുള്ള ആ ഒരു ഡയറ്ററി റെസ്ട്രിക്ഷൻസ്, ഭക്ഷണ നിയന്ത്രണത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, അതിനെ ഉൾക്കൊള്ളുക. അതാണ് ഈ ഒരു ഇതിൽ പറയണത്. അടുത്ത പോയിൻ്റാണ് റെസ്പെക്ട് ഫാസ്റ്റിംഗ് പീരീഡ്സ് സച്ച് ആസ് ഡ്യൂറിങ് റംദാൻ ഫോർ മുസ്ലിം ചിൽഡ്രൻ ആൻഡ് അഡ്ജസ്റ്റ് മീൽ ആൻഡ് സ്നാക്ക് ടൈംസ് അക്കോർഡിംഗ്ലി. മുസ്ലിം കുട്ടികൾ റംദാൻ മാസത്തിൽ മുസ്ലിം കുട്ടികൾ എടുക്കുന്ന ആ ഒരു ഫാസ്റ്റിംഗ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നൊയമ്പിനെ ബഹുമാനിക്കുക. ആൻഡ് അഡ്ജസ്റ്റ് മീൽ ആൻഡ് സ്നാക്ക് ടൈംസ് അക്കോർഡിംഗ്ലി. ആ ഒരു ഫാസ്റ്റിംഗ് പീരീഡിനനുസരിച്ച് ഭക്ഷണവും അല്ലെങ്കിൽ ലഘുഭക്ഷണ സമയങ്ങൾ ക്രമീകരിക്കുക. അതാണ് ഈ ഒരു ഡയറ്ററി റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ഇതിൽ പറയണത്. അടുത്ത സബ് പോയിൻ്റാണ് ക്ലോത്തിങ് ആൻഡ് ഡ്രസ്. റെസ്പെക്ട് കൾച്ചറൽ നോംസ് റിഗാർഡിംഗ് അപ്രോപ്രിയേറ്റ് അറ്റയർ ഫോർ ചിൽഡ്രൻ സച്ച് ആസ് മോഡസ്റ്റ് ക്ലോത്തിങ് ഫോർ സർട്ടൈൻ റിലീജിയൻസ്. നോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനദണ്ഡം അല്ലെങ്കിൽ റൂൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, അതിനെയാണ് നോംസ് എന്ന് പറയുന്നത്. റെസ്പെക്ട് കൾച്ചറൽ നോംസ് റിഗാർഡിംഗ് അപ്രോപ്രിയേറ്റ് അറ്റയർ ഫോർ ചിൽഡ്രൻസ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള വസ്ത്രധാരണം, അതും ആയി ബന്ധപ്പെട്ട സാംസ്കാരിക മാനദണ്ഡങ്ങളെ ബഹുമാനിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മതവിഭാഗങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വസ്ത്രധാരണത്തെക്കുറിച്ച് കൂടുതൽ ബഹുമാനിക്കുക. അടുത്ത പോയിൻ്റാണ് കൺസിഡർ കൾച്ചറൽ പ്രാക്ടീസസ് റിലേറ്റഡ് ടു ഹെഡ് കവറിങ്സ് ഓർ സ്പെസിഫിക് അറ്റയർ ഫോർ റിലീജിയസ് സെറമണീസ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിരോവസ്ത്രമായിട്ട് ബന്ധപ്പെട്ട, ശിരോവസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് കവറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടമിടുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട സാംസ്കാരിക രീതികളെ കുറിച്ച് കൂടുതൽ പരിഗണിക്കുക. അല്ലെങ്കിൽ റിലീജിയസ് സെറമണീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മതപരമായിട്ടുള്ള വിശ്വാസങ്ങളിൽ തട്ടിടണം, അല്ലെങ്കിൽ മുസ്ലിം കുട്ടികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കുട്ടികളൊക്കെ തട്ടിടണം, അത്തരത്തിലുള്ള തല കവർ ചെയ്തുകൊണ്ട് വേണം നടക്കാൻ. അത്തരത്തിലുള്ള ആചാരങ്ങളെ കുറിച്ച് കൂടുതൽ, അത്തരത്തിലുള്ള സാംസ്കാരിക രീതികളെക്കുറിച്ച് കൂടുതൽ പരിഗണിക്കുക. അതാണ് ഈ ഒരു ക്ലോത്തിങ് ആൻഡ് ഡ്രസ്സിൽ പറയുന്നത്. അടുത്ത സബ് പോയിൻ്റാണ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ബൈ സെൻസിറ്റീവ് ടു ലാംഗ്വേജ് പ്രിഫറൻസസ് ആൻഡ് പ്രൊവൈഡ് മെറ്റീരിയൽസ് ഇൻ ലാംഗ്വേജസ് സ്പോക്കൺ ബൈ ദ ചൈൽഡ്സ് ഫാമിലി. കുട്ടിയും കുട്ടിയുടെ കുടുംബവും സംസാരിക്കുന്ന ആ ഒരു ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാതൃഭാഷയിൽ വേണം കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, കുട്ടിക്ക് ഇപ്പം എഡ്യൂക്കേഷൻ്റെ കാര്യമായിക്കോട്ടെ, കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യേണ്ടത് കുട്ടിയും കുട്ടിയുടെ കുടുംബവും സംസാരിക്കുന്ന ആ ഒരു ഭാഷയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ മാതൃഭാഷയിൽ വേണം മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ. ആൻഡ് ബൈ സെൻസിറ്റീവ് ടു ലാംഗ്വേജ് പ്രിഫറൻസസ്, ആ കുട്ടിയുടെ ആ ഒരു മാതൃഭാഷയ്ക്ക് വേണം കൂടുതലും മുൻഗണന കൊടുക്കാൻ. കുട്ടിയും കുട്ടിയുടെ കുടുംബവും സംസാരിക്കുന്ന ആ ഒരു മാതൃഭാഷയ്ക്ക് വേണം കൂടുതൽ മുൻഗണന കൊടുക്കാൻ. എന്നിട്ട് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ കുട്ടിയുടെ ആ ഒരു മാതൃഭാഷയിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ. റെസ്പെക്ട് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ആൻഡ് ബോഡി ലാംഗ്വേജ് ക്യൂസ് ആൻഡ് എൻകറേജ് മൾട്ടിലിംഗ്വലിസം വെയർ ആപ്ലിക്കബിൾ. അവരുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ, സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സംസാര ശൈലി ആൻഡ് ബോഡി ലാംഗ്വേജിനെയൊക്കെ കൂടുതൽ ബഹുമാനിക്കുക. ക്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ, അതിനെയാണ് ക്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സംസാര ശൈലിനെയും ആ ഒരു ബോഡി ലാംഗ്വേജിനെയും ആ ഒരു ക്യൂസിനെയൊക്കെ ബഹുമാനിക്കുക. ആൻഡ് എൻകറേജ് മൾട്ടിലിംഗ്വലിസം വെയർ ആപ്ലിക്കബിൾ. മൾട്ടിലിംഗ്വലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി
ലാംഗ്വേജ്. ഈ മൾട്ടി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ അത് യൂസ് ചെയ്യുക, അതിനെ കുറിച്ച് കൂടുതൽ എൻകറേജ് ചെയ്യുക, എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അതാണ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്താണ് സെലിബ്രേഷൻസ് ആൻഡ് ഹോളിഡേയ്സ്. റെക്കഗ്നൈസ് ആൻഡ് റെസ്പെക്ട് റിലീജിയസ് ഹോളിഡേയ്സ് ആൻഡ് കൾച്ചറൽ സെലിബ്രേഷൻസ് എൻഷറിങ് ഇൻക്ലൂസിവിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള അവധി ദിനങ്ങളെയും അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് ബന്ധപ്പെട്ട പല ആഘോഷങ്ങളെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക, എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയുക, ആൻഡ് റെസ്പെക്ട് ബഹുമാനിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള അവധി ദിനങ്ങളെയും അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെ ബഹുമാനിക്കുക. ആൻഡ് എൻഷറിങ് ഇൻക്ലൂസിവിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ. ഇൻക്ലൂസിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾപ്പെടുക, എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ആ മതപരമായിട്ടുള്ള ആഘോഷങ്ങളിലും അവധി ദിനങ്ങളിലും ഉൾപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നോന്ന് ഉറപ്പുവരുത്തുക. എൻഷർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പുവരുത്തുക. എഡ്യൂക്കേറ്റ് ചിൽഡ്രൻ അബൌട്ട് ഡിഫറെൻറ്റ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് ട്രഡീഷൻസ് ത്രൂ ഏജ് അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്. കുട്ടികൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിനിടെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു സംസ്കാരത്തിനെക്കുറിച്ചും റിലീജിയസ് ട്രഡീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള ആ ഒരു പാരമ്പര്യത്തിനെയൊക്കെ കുറിച്ച് അവരുടെ ഏജിനനുസരിച്ച് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഓരോ ആക്ടിവിറ്റീസിലൂടെ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് സെലിബ്രേഷൻ ആൻഡ് ഹോളിഡേയ്സ് എന്നൊക്കെ പറയണം. അടുത്ത സബ് പോയിൻ്റാണ് ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് പേഴ്സണൽ സ്പേസ്. ബി മൈൻഡ്ഫുൾ ഓഫ് കൾച്ചറൽ നോംസ് റിഗാർഡിംഗ് ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് പേഴ്സണൽ സ്പേസ് ആസ് ദീസ് ക്യാൻ വേരി സിഗ്നിഫിക്കൻ്റ്ലി ബിറ്റ്വീൻ കൾച്ചേഴ്സ്. ഫിസിക്കൽ കോണ്ടാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരിക ബന്ധം, ആൻഡ് പേഴ്സണൽ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിഗത ഇടം. അപ്പോൾ ശാരീരിക ബന്ധം അല്ലെങ്കിൽ വ്യക്തിഗത ഇടവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കൾച്ചറൽ നോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാംസ്കാരിക മാനദണ്ഡം അല്ലെങ്കിൽ റൂൾസ്, ആ ഒരു കൾച്ചറൽ ആ ഒരു റൂൾസ് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾസിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ബോധവാനായിരിക്കണം. ഇപ്പോൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസ് ആയിക്കോട്ടെ, ആ ഒരു കൾച്ചറിൽ ഉണ്ടാകുന്ന ആ ഒരു സംസ്കാരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അതിനെ പറ്റിയുള്ള ആ ഒരു റൂൾസില്ലേ, ആ ഒരു മാനദണ്ഡത്തിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ബോധവാനായിരിക്കണം. ആസ് ദീസ് ക്യാൻ വേരി സിഗ്നിഫിക്കൻ്റ്ലി ബിറ്റ്വീൻ കൾച്ചേഴ്സ്. ഇതെന്ന് പറയുന്ന ഓരോ സംസ്കാരത്തിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. Always obtain consent before physical interactions with children and respect their comfort levels. കുട്ടികളുമായി ഫിസിക്കലി ഇൻട്രാക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുട്ടികളുടെ കൺസെൻറ്റ് വാങ്ങിക്കുക. കൺസെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ സമ്മതം വാങ്ങിക്കുക. കുട്ടികളായിട്ട് ഫിസിക്കലി ഇൻട്രാക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരുടെ സമ്മതം വാങ്ങിക്കുക. ആൻഡ് റെസ്പെക്ട് ചെയ്യുക കംഫർട്ട് ലെവൽസ്. അവരുടെ ആ ഒരു കംഫർട്ട് ലെവലിനെ എപ്പോഴും റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക. അടുത്ത സബ് പോയിൻ്റാണ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസസ്. അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെസ്പെക്ട് ഡൈവേഴ്സ് പാരൻറ്റിംഗ് സ്റ്റൈൽസ് ആൻഡ് അപ്രോച്ചസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ ഓർ റിലീജിയസ് ബിലീഫ്സ്. സാംസ്കാരിക അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ആ ഒരു പാരൻറ്റിങ് സ്റ്റൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷകർത്തൃ ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരിക അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ആ ഒരു പാരൻറ്റിങ് സ്റ്റൈൽസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, ബഹുമാനിക്കുക. കൊളാബറേറ്റ് വിത്ത് ഫാമിലീസ് ടു ഇൻകോർപ്പറേറ്റ് cultural practices into daily routines such as prayer or meditation. കൾച്ചറൽ പ്രാക്ടീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരിക ആചാരങ്ങൾ. ഈ സാംസ്കാരിക ആചാരങ്ങൾ നമ്മളെ ഡെയിലി റൊട്ടീൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ കുട്ടികളുടെ ഫാമിലീസുമായിട്ട് വേണം കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി. അത് എന്തൊക്കെ കൾച്ചറൽ പ്രാക്ടീസസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സജസ് പ്രെയർ ഓർ മെഡിറ്റേഷൻ, പ്രെയർ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ്, അത്തരത്തിലുള്ള സാംസ്കാരിക ആചാരങ്ങൾ നമ്മളെ ഡെയിലി റൊട്ടീൻസിൽ കൊണ്ടുവരാൻ വേണ്ടി, നമ്മളെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കുട്ടികളുടെ ഫാമിലീസായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യാൻ വേണ്ടി. അടുത്ത സബ് പോയിൻ്റാണ് respect for beliefs and values. Create an inclusive environment where children feel valued and respected regardless of their cultural or religious background. കുട്ടികളുടെ കൾച്ചറൽ അല്ലെങ്കിൽ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിനെ പരിഗണിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ സാംസ്കാരികം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പരിഗണിക്കാതെ എല്ലാ കുട്ടികളും ഫീൽ വാല്യൂഡ്, എല്ലാ കുട്ടികളും മൂല്യമുള്ളവരാണ്, ആൻഡ് റെസ്പെക്റ്റഡ്, എല്ലാ കുട്ടികളും ബഹുമാനിക്കപ്പെടുന്നുണ്ട്, അത്തരത്തിലുള്ള ആ ഒരു എൻവിറോൺമെൻറ്റ് സൃഷ്ടിച്ചെടുക്കുക. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. അടുത്ത പോയിൻ്റാണ് അവോയ്ഡ് ഇമ്പോസിങ് പേഴ്സണൽ ബിലീഫ്സ് ഓൺ ചിൽഡ്രൻസ് ആൻഡ് ഫാമിലീസ് ആൻഡ് ഫോസ്റ്റർ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഓപ്പൺ മൈൻഡഡ്നെസ് ആൻഡ് അക്സെപ്റ്റൻസ്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ബിലീഫ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള വിശ്വാസങ്ങൾ കുട്ടികളിലും കുട്ടികളുടെ കുടുംബത്തിലും അടിച്ചേൽപ്പിക്കാതെ ആൻഡ് ഫോസ്റ്റർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് ഓപ്പൺ മൈൻഡഡ്നെസ് ആൻഡ് അക്സെപ്റ്റൻസ്. ഒരു പുതിയൊരു എൻവിറോൺമെൻറ്റ്, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, വളർത്തിയെടുക്കുക. ഓപ്പൺ മൈൻഡായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എൻവിറോൺമെൻറ്റ്, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലും കുട്ടികളുടെ കുടുംബക്കാരിലും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഓരോ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഓപ്പൺ മൈൻഡായിട്ടുള്ള ഒരു അക്സെപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഫോസ്റ്റർ അപ്പ് ചെയ്യുക, എന്ന് വെച്ചാൽ വളർത്തിയെടുക്കുക.
മെഡിക്കൽ നീഡ്സ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചികിത്സിക്കുന്ന ആ ഒരു സമയത്ത് ഹെൽത്തിനെയും വെൽനെസ്സിനെയും കുറിച്ചുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിനെയും ക്ഷേമത്തിനെയും കുറിച്ചുള്ള ആ ഒരു കൾച്ചറൽ ബിലീഫ്സ് ഇല്ലേ, സാംസ്കാരിക വിശ്വാസങ്ങളെ പരിഗണിക്കുക. മെഡിക്കൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ആ ഒരു സമയത്ത് ആരോഗ്യത്തിനെയും ക്ഷേമത്തിനെയും കുറിച്ചുള്ള ആ ഒരു സാംസ്കാരിക വിശ്വാസങ്ങളെ പരിഗണിക്കുക. അടുത്ത പോയിൻ്റാണ് കൊളാബറേറ്റ് വിത്ത് ഫാമിലീസ് ടു എൻഷുർ ഹെൽത്ത് കെയർ ഡിസിഷൻസ് align with their cultural or religious beliefs while prioritizing the well-being of the child. കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് കെയർ ഡിസിഷൻസ് എടുക്കുമ്പോൾ കുട്ടിയുടെ കൾച്ചറൽ അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാംസ്കാരിക അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നുവെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി കുട്ടിയുടെ ഫാമിലിയായിട്ട് വേണം കൊളാബറേറ്റ് ചെയ്ത് വേണം ഈ ഒരു ഹെൽത്ത് കെയർ ഡിസിഷൻസ് എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ കുടുംബമായിട്ട് ചേർന്ന് വേണം ഈ ഒരു ഹെൽത്ത് കെയർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി. അവർ ആ ഒരു കൾച്ചർ സാംസ്കാരിക അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിശ്വാസമായിട്ട് അത് ചേർന്ന് പോകുന്നുവെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. ആൻഡ് വൈൽ പ്രയോറിറ്റൈസിങ് ദ വെൽബീയിങ് ഓഫ് ദ ചൈൽഡ്, ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് കുട്ടിയുടെ വെൽബീങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ക്ഷേമത്തിനായിരിക്കാം കൂടുതലും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഈ ഒരു ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തത് സെക്കൻഡ് ടോപ്പിക്കാണ് നാഷണൽ പോളിസി ആൻഡ് ലെജിസ്ലേഷൻസ് ഇൻ റിലേഷൻ ടു ചൈൽഡ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ. ഇതിൽ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. ചിൽഡ്രൻസ് ആർ മേജർ കൺസ്യൂമേഴ്സ് ഓഫ് ഹെൽത്ത് കെയർ. കൺസ്യൂമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപഭോക്താവ്. കുട്ടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്യൂമേഴ്സ്, ഉപഭോക്താവ്. ഹെൽത്ത് കെയറിൽ കുട്ടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നേഷൻസ് റെസ്പോൺസിബിലിറ്റി ടു എൻഷുർ അഡിക്വേറ്റ് ഹെൽത്ത് കെയർ ആൻഡ് അതർ ഫെസിലിറ്റീസ് ടു ദ ചിൽഡ്രൻ ടു ഹെൽപ്പ് ദം ഗ്രോ അപ്പ് ടു ബിക്കം എ റോബസ്റ്റ് സിറ്റിസൺ. ഇതെന്ന് പറയുന്നത് നമ്മളെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഹെൽത്ത് കെയറും മറ്റ് ഫെസിലിറ്റീസും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അത് ഉറപ്പാക്കേണ്ടത് നമ്മളെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ടു ഹെൽപ്പ് ദം ടു ഗ്രോ അപ്പ് ടു ബിക്കം എ റോബസ്റ്റ് സിറ്റിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ആ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു പൗരനാക്കി മാറ്റുക, വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മളെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ഫിസിക്കലി ഫിറ്റ്, മെൻ്റലി അലേർട്ട് ആൻഡ് മോറലി ഹെൽത്തി. ഫിസിക്കലി, മെൻ്റലി, മോറലി ഒക്കെ ഫിറ്റായിട്ടുള്ള ഒരു ആരോഗ്യമുള്ളൊരു സിറ്റിസണായിട്ട് ഒരു പൗരനാക്കി മാറ്റിയെടുക്കേണ്ടത് നമ്മളെ രാജ്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തയാണ് നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞത്. അതിൽ ആദ്യത്തെയാണ് നാഷണൽ ഹെൽത്ത് പോളിസി ഫോർ ചിൽഡ്രൻ 22 ഓഗസ്റ്റ് 1974. ആൻഡ് രണ്ടാമത്തത് നാഷണൽ ഹെൽത്ത് പോളിസി ഫോർ ചിൽഡ്രൻ 26 ഏപ്രിൽ 2030. ഇതിൽ 2 നാഷണൽ ഹെൽത്ത് പോളിസി ഉണ്ട് കുട്ടികൾക്കായിട്ട്. ഒന്നെന്ന് പറയുന്നത് 1974 ഓഗസ്റ്റ് 22, ഒന്നെന്ന് പറയുന്നത് ഏപ്രിൽ 26, 2013 ഉള്ള 2 നാഷണൽ ഹെൽത്ത് പോളിസീസാണ് ഉള്ളത്. അതിൽ ആദ്യത്തെയാണ് നാഷണൽ ഹെൽത്ത് പോളിസി 1974 ഉള്ളത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് പോയിൻ്റാണ് എംഫസൈസ് ഓൺ പ്രൈമറി ഹെൽത്ത് കെയർ ഫോർ ചിൽഡ്രൻ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിനെയാണ് ഇത് ഈ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ഉണ്ട് ഫോക്കസ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ റെഡ്യൂസിങ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്സ് ത്രൂ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ്. ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിലൂടെ കുട്ടികളുടെ ആ ഒരു ശിശുമരണ സംഖ്യ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത് മെയിൻലി ഫോക്കസ് ചെയ്തത്. ആൻഡ് പ്രൊമോഷൻ ഓഫ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ് ഇൻക്ലൂഡിങ് പ്രീനേറ്റൽ കെയർ ആൻഡ് പോസ്റ്റ്നേറ്റൽ കെയർ ഫോർ മദേഴ്സ്. ഇത് മെയിൻലി പ്രൊമോട്ട് ചെയ്ത് ഈ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി 1974 കൂടുതലും പ്രൊമോട്ട് ചെയ്ത മറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ്. മറ്റേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്കുള്ളയും ചൈൽഡ് ഹെൽത്ത് സർവീസസ് കുട്ടികൾക്കുള്ള ഒരു ഹെൽത്ത് കെയർ സർവീസാണ് ഈ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി കൂടുതലും പ്രൊമോട്ട് ചെയ്തത്. ഇതിനകത്ത് എന്തൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീനേറ്റൽ കെയർ ആൻഡ് പോസ്റ്റ്നേറ്റൽ കെയർ. പ്രീനേറ്റൽ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറിങ് പ്രഗ്നൻസി സമയത്ത് അമ്മമാർക്ക് കൊടുക്കേണ്ട ആ ഒരു കെയറിനാണ് പ്രീനേറ്റൽ കെയർ എന്ന് പറയുന്നത്. ആൻഡ് പോസ്റ്റ്നേറ്റൽ കെയർ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം അമ്മയ്ക്കും ന്യൂ ബോണിനും കൊടുക്കേണ്ട കെയറിനെയാണ് പോസ്റ്റ്നേറ്റൽ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി 1974 കൂടുതലും പ്രൊമോട്ട് ചെയ്തത് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസിനെയാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്തത്. അടുത്ത പോയിൻ്റാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ടു അഡ്രസ് മാൽന്യൂട്രീഷൻ എമംഗ് ചിൽഡ്രൻ. മാൽന്യൂട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ന്യൂട്രീഷൻസ്. കുട്ടികളിൽ ന്യൂട്രീഷൻ കുറവായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വെൽഫെയർ സെൻറ്റേഴ്സ് ആൻഡ് ക്ലിനിക്സ് ഫോർ ഹെൽത്ത് കെയർ ഡെലിവറി. കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടും കുട്ടികളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി വെൽഫെയർ സെൻറ്റേഴ്സും പിന്നെ ഹെൽത്ത് കെയർ ഡെലിവറിക്ക് വേണ്ടി ക്ലിനിക്സൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു ഈ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി 1974. അടുത്തയാണ് നാഷണൽ ഹെൽത്ത് പോളിസി ഫോർ ചിൽഡ്രൻസ് ഇൻ 2013. നാഷണൽ ഹെൽത്ത് പോളിസി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റാണ് ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ചൈൽഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തും വെൽബീങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി സമഗ്രമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് 2013 നാഷണൽ ഹെൽത്ത് പോളിസി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിൻറ്റ്, പ്രയോറിറ്റൈസേഷൻ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് കോംപ്രിഹെൻസീവ് കെയർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പ്രയോറിറ്റി കൊടുക്കേണ്ട കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് എന്ന് വെച്ചാൽ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനും കോംപ്രിഹെൻസീവ് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കെയർ, കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കെയറുമാണ് കൂടുതലും പ്രയോറിറ്റി ഈ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി 2013 കൊണ്ട് കൂടുതലും മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത പോയിൻ്റാണ് അഡ്രസ്സിങ് എമേർജിങ് ചലഞ്ചസ് സച്ച് ആസ് മാൽന്യൂട്രീഷൻ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. മാൽന്യൂട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷകാഹാരക്കുറവ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകർച്ചവ്യാധികളല്ലാത്ത അസുഖങ്ങൾ, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക ആരോഗ്യ വെല്ലുവിളികൾ. അത്തരത്തിലുള്ള മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അത്തരത്തിലുള്ള ചലഞ്ചസ് വെല്ലുവിളികൾ ഇല്ലാതാക്കുക, അതാണ് ഈ ഒരു ഇതിലൂടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത പോയിൻ്റാണ് എൻഷുറിങ് യൂണിവേഴ്സൽ ആക്സസ് ടു ഹെൽത്ത് കെയർ ഫോർ ചിൽഡ്രൻ ഇൻക്ലൂഡിങ് ദോസ് ഫ്രം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഹെൽത്ത് കെയർ കൊടുക്കുക. ഇപ്പോൾ താഴ്ന്ന കമ്മ്യൂണിറ്റീസിലോ താഴ്ന്ന സമൂഹത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും ആയിക്കോട്ടെ, എല്ലാ കുട്ടികൾക്കും ഹെൽത്ത് കെയർ കൊടുക്കുക. അതിൽ അവർ ആക്സസിബിൾ ആണോ, അതിൽ അവർ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അടുത്തയാണ് പ്രൊമോഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ. ഇത് കൂടുതൽ ഈ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി 2013 മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക, ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, അതിനെയാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. അടുത്ത പോയിൻ്റാണ് ഇൻ്റഗ്രേഷൻ ഓഫ് ചൈൽഡ് ഹെൽത്ത് സർവീസസ് വിത്ത് അതർ ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ചൈൽഡ് ഹെൽത്ത് സർവീസസ് മറ്റ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംയോജിപ്പിച്ച് രണ്ടിനും ഒന്നിച്ചാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് ഹെൽത്ത് സർവീസസ് മറ്റ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു ഈ ഒരു 2013. അടുത്ത പോയിൻ്റാണ് സ്ട്രെങ്തനിങ് ഓഫ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ചൈൽഡ് ഹെൽത്ത്. കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടി, കുട്ടികളുടെ ഹെൽത്തിന് വേണ്ടി ആവശ്യത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾക്ക് ആശുപത്രികളിലൊക്കെ കൊണ്ടുവന്നു, അതിനെയൊക്കെ മെച്ചപ്പെടുത്തി. അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഒക്കെ മെച്ചപ്പെടുത്തി. അടുത്ത പോയിൻ്റാണ് അഡ്വക്കസി ഫോർ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡിങ് പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് അബ്യൂസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള ആ ഒരു അബ്യൂസ്മെൻറ്റിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെയൊക്കെ തടയാൻ വേണ്ടി കുട്ടികൾക്ക് ആവശ്യമുള്ള റൈറ്റ്സും പ്രൊട്ടക്ഷനൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഈ ഒരു 2013 നാഷണൽ ഹെൽത്ത് പോളിസിയുടെ സമയത്ത് നിലവിൽ വന്നു. And collaboration with various stakeholders including government agencies, NGOs and international organizations for effective implementation of child health policies and programs. NGOs എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ആവശ്യമുള്ള ഹെൽത്ത് പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് ഏജൻസീസും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും മറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസൊക്കെ എന്നുണ്ടെങ്കിൽ കൊളാബറേറ്റ് ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു കുട്ടികൾക്ക് ആവശ്യമുള്ള ആ ഒരു ഹെൽത്ത് പോളിസീസും പ്രോഗ്രാംസും ഒക്കെ നിലവിൽ കൊണ്ടുവന്നത്. ഇവരെ പറഞ്ഞത് കുട്ടികളുടെ ഹെൽത്തിനും വെൽഫെയറിനും ആവശ്യമായിട്ടുള്ള പോളിസീസിനെ കുറിച്ചായിരുന്നു. ഇനി പറയാൻ പോകുന്നത് കുട്ടികളുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ലെജിസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമനിർമ്മാണത്തിനെക്കുറിച്ച്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഷുറൻസ് പ്രോഗ്രാം അങ്ങനെയുള്ള കുട്ടികളുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ പ്രോഗ്രാംസിനെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെയാണ് ചൈൽഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം, അതാണ് CHIP എന്ന് പറയുന്നത്. ദ ലെജിസ്ലേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഫോർ ചിൽഡ്രൻ ഫ്രം ലോ ഇൻകം ഫാമിലീസ് ഹു ഡു നോട്ട് ക്വാളിഫൈ ഫോർ മെഡിക്കേഡ് ബട്ട് കനോട്ട് അഫോർഡ് പ്രൈവറ്റ് ഇൻഷുറൻസ്. ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം മെയിൻലി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ഇൻഷുറൻസ് അഫോർഡബിൾ അല്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് താങ്ങാൻ പറ്റാത്ത ലോ ഇൻകം ഫാമിലീസിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം കുറവുള്ള കുടുംബത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാമാണ് ഈ ഒരു ചൈൽഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അടുത്തയാണ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ് ബ്ലോക്ക് ഗ്രാൻഡ്, MCH എന്ന് പറയും. The legislation that provides funding to states for maternal and child health programs including prenatal care, well child visits and immunizations. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാംസ്. മെറ്റേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയ്ക്ക് കൊടുക്കുന്ന കെയർ, അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കുന്ന കെയർ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ഇൻക്ലൂഡിങ് ഇതിനകത്ത് എന്തൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീനേറ്റൽ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കുന്ന കെയർ, പിന്നെ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ്, അത്തരത്തിലുള്ള സർവീസിന് വേണ്ടി
സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ആ ഒരു ഗ്രാൻറ്റ് ധനസഹായത്തിനെയാണ് ഈ ഒരു മാറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ് ബ്ലോക്ക് ഗ്രാൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത പ്രോഗ്രാമാണ് ചൈൽഡ് അബ്യൂസ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് CAPTA ക്യാപ്റ്റ എന്നാണ് പറയുന്നത്. Legislation that provides funding for programs aimed at preventing and addressing child abuse and neglect as well as supporting child welfare services. ഈ ഒരു ആക്ട് മെയിൻലി എയിം ചെയ്യുന്ന ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികൾക്കെതിരെ നടക്കുന്ന അബ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്ലോയിറ്റേഷനൊക്കെ എന്നിട്ട് പ്രിവെൻറ്റ് ചെയ്യുക, തടയുക, അല്ലെങ്കിൽ അതിനെ നേരത്തെ തൊട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ആസ് വെൽ ആസ് സപ്പോർട്ടിങ് ചൈൽഡ് വെൽഫെയർ സർവീസസ്, കുട്ടികളുടെ ക്ഷേമമായിട്ട് ബന്ധപ്പെട്ട സർവീസിനെയൊക്കെ ഇത് മെയിൻലി സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഫിനാൻഷ്യലി ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഹെൽത്തി ഹോം ഇനിഷ്യേറ്റീവ് അടുത്തതെന്ന് പറയുന്നത് ലെജിസ്ലേഷൻ ഓർ പ്രോഗ്രാംസ് എയിംഡ് അറ്റ് എൻഷുറിങ് സേഫ് ആൻഡ് ഹെൽത്തി ലിവിങ് എൻവയോൺമെൻറ്റ്സ് ഫോർ ചിൽഡ്രൻ, അഡ്രസ്സിങ് ഇഷ്യൂസ് ലൈക്ക് ലീഡ് എക്സ്പോഷർ, ഇൻഡോർ എയർ ക്വാളിറ്റി ആൻഡ് ഹൗസിംഗ് കണ്ടീഷൻസ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലിവിങ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഉറപ്പ് വരുത്തുക, എൻഷുർ ചെയ്യുക, ഉറപ്പ് വരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സുരക്ഷിതവും അല്ലെങ്കിൽ സെക്യൂറും ആയിട്ടുള്ള സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ലിവിങ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അത് എങ്ങനെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ എയർ ക്വാളിറ്റി ആൻഡ് ഹൗസിംഗ് കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വായു സഞ്ചാരമുള്ള ഒരു ഭവന പദ്ധതിയിലൂടെ കുട്ടികൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ലിവിങ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഉറപ്പ് വരുത്തുക, സേഫാണോ സെക്യൂർ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അതാണ് ഈ ഒരു ഹെൽത്തി ഹോം ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്